കേരളത്തെ ആകെ നടുക്കിയ മഹാദുരന്തമാണ് 2024 ജൂലൈ 30 വയനാട്ടിലെ മുണ്ടക്കൈ ചൂരൽമല പ്രദേശങ്ങളിൽ ഉണ്ടായ ഉരുൾപൊട്ടൽ. വെള്ളരിമലയുടെ മുകൾ ഭാഗത്തായി ഉണ്ടായ അതിശക്തമായ മഴ ഒരൊറ്റ രാത്രി കൊണ്ട് ഒരു നാടിനെ ഒന്നാകെ ഇല്ലാതാക്കി. ഉരുൾകൊണ്ട് മൂടിയ ജീവിതങ്ങൾക്ക് അതിജീവനത്തിൻ്റെ മേൽക്കൂരയിലേക്ക് കൂടുകൂട്ടാൻ ഇനി വെറും ദിവസങ്ങൾ മാത്രമാണ് ബാക്കി. ദുരന്തബാധിതർക്കായുള്ള ടൗൺഷിപ്പിൽ ആദ്യഘട്ടത്തിൽ കൈമാറുന്ന വീടുകളുടെ നറുക്കെടുപ്പ് നടന്നു. ഫെബ്രുവരി 25 ടൗൺഷിപ്പിലെ 178 വീടുകൾ കൈമാറുന്നതിനുള്ള നറുക്കെടുപ്പാണ് പൂർത്തിയായത്. സുതാര്യത ഉറപ്പാക്കുന്നതിനായി ഗുണഭോക്താക്കൾക്ക് തന്നെ നറുക്കെടുപ്പിലൂടെ സ്വന്തം വീട് തിരഞ്ഞെടുക്കാനുള്ള അവസരമാണ് സർക്കാർ ഒരുക്കിയത്. ആദ്യ വീടിൻ്റെ നിർമ്മാണം ആരംഭിച്ച് 316-ാം ദിവസം ടൗൺഷിപ്പിലെ ആദ്യഘട്ടം പൂർത്തിയാവുകയാണ്. വീടിനൊപ്പം 11.5 കിലോമീറ്റർ റോഡ്, സ്വീവേജ് ട്രീറ്റ്മെൻറ്റ് പ്ലാന്റ്, 9.5 ലക്ഷം ലിറ്റർ സംഭരണശേഷിയുള്ള കുടിവെള്ള ടാങ്ക്, ഭൂഗർഭ വൈദ്യുത വിതരണ ശൃംഖല, ഡ്രെയിനേജ് എന്നിവയുടെ നിർമ്മാണവും അവസാന ഘട്ടത്തിലാണ്. കാണാം മുണ്ടക്കൈ ചൂരൽമല അതിജീവനത്തിൻ്റെ കഥ. RD Extra. ഓരോ കുടുംബത്തെയും പ്രതിനിധീകരിച്ചെത്തിയ ആളുകളാണ് ലോട്ടുകൾ എടുത്തത്. ഓരോ ലോട്ടിലും വീടിന്റെ സോൺ നമ്പർ, ക്ലസ്റ്റർ ആൽഫബറ്റ്, വീട്ടു നമ്പർ എന്നിവയാണ് രേഖപ്പെടുത്തിയിരിക്കുന്നത്. ഈ നമ്പറുകൾ അനുസരിച്ചുള്ള വീടുകളായിരിക്കും തെരഞ്ഞെടുക്കപ്പെട്ട കുടുംബങ്ങൾക്ക് ലഭിക്കുക. ചൂരൽമല സ്വദേശി അഷറഫാണ് ആദ്യ ലോട്ട് എടുത്തത്. 1-ാം നമ്പർ സോണിലെ ജെ ക്ലസ്റ്ററിൽ ഉൾപ്പെടുന്ന 124-ാം നമ്പർ വീടാണ് അഷറഫിന് ലഭിച്ചത്. വീടുകൾ ലഭിച്ചതിൽ ഏറെ സന്തോഷമറിയിച്ച ദുരന്ത ബാധിതർ സർക്കാരിന് നന്ദി പറഞ്ഞു. ദുരന്തത്തിൽ വീടും സ്ഥലവും പൂർണ്ണമായും നഷ്ടപ്പെട്ടവർക്കാണ് മുൻഗണനാ പട്ടികയിൽ 1-ാം സ്ഥാനം നൽകിയത്. 1000 ചതുരശ്ര അടിയിലാണ് ദുരന്തബാധിതർക്കുള്ള വീട് ടൗൺഷിപ്പിൽ ഒരുക്കിയിട്ടുള്ളത്. 2 കിടപ്പുമുറി, 2 ശുചിമുറി, സിറ്റ് ഔട്ട്, ഡൈനിങ്, ലിവിംഗ്, പഠനമുറി, അടുക്കള, വർക്കേരിയ എന്നിവ ഉൾപ്പെടുന്നതാണ് വീട്. ഭാവിയിൽ 2 നിലയിലധികം നിർമ്മിക്കാനുള്ള അടിത്തറയിലാണ് വീടുകൾ ഒരുക്കിയിട്ടുള്ളത്. മന്ത്രി OR കേളുവിന്റെ അധ്യക്ഷതയിൽ ജില്ലാ കളക്ടർ DR മേഘശ്രീയാണ് നറുക്കെടുപ്പുമായി ബന്ധപ്പെട്ട കാര്യങ്ങൾ നിയന്ത്രിച്ചത്. ദുരിതബാധിതർക്കായി കൽപ്പറ്റ ബൈപ്പാസിലെ എൽസ്റ്റൺ എസ്റ്റേറ്റിൽ 410 വീടാണ് ആദ്യഘട്ടം നിർമ്മിക്കുന്നത്. RD Extra ന്യൂസ് മലയാളം. വയനാട് പുനരധിവാസത്തിന്റെ ഭാഗമായി നടന്ന 178 വീടുകളുടെ നറുക്കെടുപ്പ് ഏറെ വൈകാരിക നിമിഷങ്ങൾക്കും സാക്ഷിയായി. പലരുടെയും കണ്ണു നിറഞ്ഞു, ചിലരുടെ ശബ്ദമിടറി. അതിജീവനം സാധ്യമാക്കിയ സംസ്ഥാന സർക്കാരിനും ദുരന്തബാധിതർ നന്ദി പറഞ്ഞു. സർക്കാർ കൂടെ നിന്ന് സർക്കാരിൻ്റെ എല്ലാ സാധനങ്ങളൊക്കെ ഞങ്ങൾക്ക് കിട്ടിയിട്ടുണ്ട്. കഷ്ടപ്പാടുകളെല്ലാം അനുഭവിച്ച് കഷ്ടത്തിൽ നിന്നൊക്കെ നീങ്ങി ഇപ്പം നല്ലൊരു വീട് കിട്ടാൻ പോകുന്നുണ്ട്. മുണ്ടക്കൈ ചൂരൽമല ദുരന്തത്തിൽ കടകളും സംരംഭങ്ങളും നഷ്ടമായവർക്ക് സർക്കാരിൻ്റെ കൈത്താങ്ങാണ് ഈ വീടുകൾ. ദുരന്തത്തിൽ കടകൾ നഷ്ടപ്പെട്ട 52 പേർക്ക് നഷ്ടപരിഹാരം നൽകാൻ മന്ത്രിസഭ തീരുമാനിച്ചിരുന്നു. ഓരോ ഉടമയുടെയും ആദ്യത്തെ കടമുറിക്ക് 7 ലക്ഷം രൂപ വീതം നൽകും. തുടർന്ന് വരുന്ന ഓരോ അധിക കടമുറിക്കും 2.5 ലക്ഷം രൂപ വീതവും നൽകും. എല്ലാ കടയുടമകൾക്കും ഈ ആനുകൂല്യം ലഭിക്കുമെന്ന് മന്ത്രി രാജൻ അറിയിച്ചു. 72 ആളുകളുടെ ഉടമസ്ഥതയിലുള്ള 83 സംരംഭങ്ങൾക്കും സർക്കാർ ധനസഹായം നൽകും. സംരംഭങ്ങൾക്ക് നഷ്ടത്തിൻ്റെ 50% തുക സഹായമായി നൽകും. വ്യവസായ മേഖലയിലുള്ളവർക്ക് പരമാവധി 20 ലക്ഷം രൂപ നൽകും. സേവന മേഖലയിലുള്ളവർക്ക് 10 ലക്ഷം രൂപ വരെ നൽകും. വ്യാപാര മേഖലയിലുള്ളവർക്ക് 7 ലക്ഷം രൂപ വരെയും നൽകും. ദുരന്തബാധിതരുടെ കടങ്ങൾ ഏറ്റെടുക്കുന്നതിന് സർക്കാർ 18 കോടി രൂപയും അനുവദിച്ചു. മൊറട്ടോറിയം പ്രഖ്യാപിച്ച കാലയളവിലെ പലിശ ഈടാക്കരുതെന്ന് ബാങ്കുകളോട് നിർദ്ദേശിച്ചു. വായ്പാ തിരിച്ചടവ് മുടങ്ങിയത് ദുരന്തബാധിതരുടെ സിബിൽ സ്കോറിനെ ബാധിക്കരുത് എന്നും ആവശ്യപ്പെട്ടു. 15 ലക്ഷം വാങ്ങി വീട് വേണ്ടെന്ന് പറഞ്ഞവരും ടൗൺഷിപ്പിൽ വീട് ആവശ്യപ്പെടുന്നതായി ജില്ലാ കളക്ടർ വ്യക്തമാക്കി. ആദ്യഘട്ടത്തിൽ കുറച്ചുപേരുടെ അപേക്ഷകൾ സ്വീകരിച്ച് വീട് നൽകാമെന്ന് അറിയിച്ചെന്ന് DR മേഘശ്രീ പറഞ്ഞു. എങ്ങനെയെങ്കിലും ടൗൺഷിപ്പിൽ ഒരു വീട് അനുവദിച്ചു തരാമോ എന്ന് പലരും ഇപ്പോൾ ചോദിച്ചു തുടങ്ങി എന്നുമാണ് കളക്ടർ പറഞ്ഞത്. ദുരന്തബാധിതരിൽ കുറച്ചുപേർ പണം റീഫണ്ട് ചെയ്തിട്ടുണ്ട് എന്നും ജില്ലാ കളക്ടർ പറഞ്ഞു. സുരക്ഷിതാണ്. അപ്പോൾ ഏറ്റവും വേഗത്തിൽ കാര്യക്ഷമമായി നീങ്ങുന്നത് സർക്കാരിൻ്റേതായിരിക്കുമോ എന്നുള്ള സംശയം പലപ്പോഴും പലർക്കും ഉണ്ടാവാൻ സാധ്യതയുണ്ട്. ഒരുപക്ഷെ അതുകൊണ്ടായിരിക്കും പലരും അത് വേണ്ട, 15 ലക്ഷം രൂപ കിട്ടിയാൽ അത് മതി എന്ന് തീരുമാനിച്ചത്. പക്ഷേ ഇതിപ്പോൾ പൂർത്തിയായി വരുമ്പോൾ കേരളം ഇതുവരെ കണ്ടിട്ടില്ലാത്ത ഒരു കാഴ്ചയിലേക്കാണ് നമ്മൾ നീങ്ങുന്നത് എന്നുള്ളതാണ്. വലിയ സങ്കടം ഉണ്ടാക്കുന്ന രംഗങ്ങളാണ് അവിടെ. കാരണം ആ നഷ്ടമുള്ളിലൊതുക്കി ഈ വീട് കൈപ്പറ്റുന്ന ആളുകളെ നമ്മൾ കാണുന്നത് തന്നെ കുറച്ച് സങ്കടകരമാണ്. പക്ഷേ എന്നിരുന്നാലും നമ്മളവിടെ പോയി കണ്ടതാണല്ലോ എന്താണ് ആ പ്രദേശത്ത് ഉണ്ടായത് എന്ന്. ഭൂമി പിളർന്നുപോയി. അവിടെ നിന്ന് അതിജീവിച്ച് വരുന്നവർക്ക് ഇത്രയും
മികച്ച ഒരു കൈത്താങ്ങ് കൊടുക്കുന്നു എന്നുള്ളത് ചെറിയ കാര്യമല്ല. നിശ്ചയമായിട്ടും ഇവിടെ ഒരു സ്ത്രീയുടെ വിഷ്വൽ പ്രത്യേകമായിട്ട് വല്ലാതെ ഒരുപാട് തവണ കാണുമല്ലോ, നമ്മളെല്ലാം അതുണ്ട്. അതായത് ചിരിച്ചുകൊണ്ട് കരയുകയാണോ കരഞ്ഞുകൊണ്ട് ചിരിക്കുകയാണോ എന്ന് തോന്നുന്ന ഒരു ദൃശ്യം, അത് നമ്മൾ വല്ലാതെ അങ്ങ് ആധിയിലാക്കും. അതായത് ഒന്ന്, നമ്മളെല്ലാം അവിടെ പോയതാണ്. അപ്പോൾ ഒരു ഭൂമി, അതായത് മനുഷ്യ ജീവിതം തന്നെ എത്ര നിസ്സാരമാണ് എന്നൊരു തോന്നലുണ്ടാക്കിയ സംഭവമാണ്. അത് എത്ര ബന്ധങ്ങൾ നമ്മൾ പടുത്തുണ്ടാക്കിയിട്ടുള്ള സുഹൃത്തുക്കളും ബന്ധുക്കളും നമ്മുടെ രക്തബന്ധുക്കളൊക്കെ ആയുള്ള ബന്ധങ്ങളടക്കം ഒലിച്ചൊറ്റ പോക്കങ്ങ് പോയതാണ്. നമ്മുടെ നാട് എന്നൊക്കെ പറഞ്ഞാൽ ഇങ്ങനെ പോകാൻ മാത്രമേ ഉള്ളൂ, എത്രക്ക് നശ്വരമാണോ ഇതൊക്കെ എന്ന് തോന്നലുണ്ടാക്കിയ വലിയ സംഭവമായിരുന്നല്ലോ, എല്ലാവർക്കും അത് ഓർമ്മയുണ്ട്. പക്ഷേ അവിടെ ഞാനൊരു കാര്യം പറയാം ഹർഷ, അതായത് ഈ തെരഞ്ഞെടുപ്പിൽ ഈ പിണറായി വിജയൻ സർക്കാർ തോൽക്കുമോ അടുത്ത UDF സർക്കാർ വരുമോ ഒന്നും നമുക്കറിയില്ല, തെരഞ്ഞെടുപ്പ് നടക്കാൻ പോകും. പക്ഷേ കേരളത്തിൻ്റെ ചരിത്രത്തിൽ, കേരളം ഉള്ള കാലത്തോളം ഈ പിണറായി വിജയൻ്റെ രണ്ടാം സർക്കാർ ഓർമ്മിക്കപ്പെടുക ഏറ്റവും പ്രധാനമായിട്ട് അവരുടെ ഹിസ്റ്ററിയിലെ ഏറ്റവും വലിയ പേജ് ഈ സംഭവത്തിൻ്റെ പേരിലായിരിക്കും എന്നാണ് ഞാൻ വിചാരിക്കുന്നത്. അതിൻ്റെ പ്രധാനപ്പെട്ട കാരണം, പ്രധാനമന്ത്രി നരേന്ദ്രമോദി അവിടെ സന്ദർശിച്ച ദിവസം ഞാനവിടെ റിപ്പോർട്ട് ചെയ്യാൻ ഓർമ്മയുണ്ട്, ഹർഷന് ഓർമ്മയുണ്ടല്ലോ, ഞാനവിടെ ഉണ്ട്. അപ്പോൾ അദ്ദേഹം വന്നിട്ടൊരു പെൺകുട്ടിയെ, ചെറിയൊരു കുഞ്ഞിനെ കാണുകയും തലോടുകയും ഒക്കെ ചെയ്തിട്ട് സമാധാനിപ്പിച്ചു. അത് വലിയ ആശ്വാസമായിരുന്നു. ഇപ്പോൾ പ്രധാനമന്ത്രി നരേന്ദ്രമോദിയുടെ രാഷ്ട്രീയ പക്ഷത്തോടൊക്കെ വിയോജിപ്പുള്ള ആളുകൾക്ക് പോലും അതൊരു വലിയ ആശ്വാസമാണ് നൽകിയത്. കാരണം വലിയ സഹായം ലഭിക്കും നമുക്ക് എന്ന്. പക്ഷേ ആ ഭാഗത്തുനിന്നും ഒരു സഹായം ഉണ്ടായില്ല എന്ന് നമുക്ക് എല്ലാവർക്കും അറിയാം. അപ്പോൾ ആ നിലക്ക് ഒരു ഭാഗത്തു നിന്നും സഹായമില്ലാതെ എപ്പോഴും ഒരു വെല്ലുവിളിയായിട്ട് ഏറ്റെടുത്തിട്ട് അവിടെ ഏറ്റവും പ്രധാനപ്പെട്ട പ്ലോട്ട് വാങ്ങിയിട്ട് അവിടെ ഈ വീട് ഇങ്ങനെ നിർമ്മിച്ചിട്ട് ഈ ആളുകൾക്ക് കൊടുക്കുന്നത് ഈ 178 ആളുകളുടെ മാത്രമല്ല ഒരു ജീവിതത്തോടുള്ള ഒരു ധൈര്യം ഉണ്ടാക്കി. അത് പുറത്തുനിന്ന് കാണുന്ന എല്ലാ മനുഷ്യരുടെയും ധൈര്യം ഉണ്ടാവുകയാണ് ചെയ്തത്. രാഷ്ട്രീയ വ്യത്യാസമില്ല. അതാണ് ഞാൻ പറഞ്ഞത്, തെരഞ്ഞെടുപ്പ് കാര്യമൊക്കെ വിട്ടുകളാം. അത് നമ്മളിപ്പോൾ ഇതിനെ അനുകൂലിക്കുന്ന ആളുകളും പ്രതികൂലിക്കുന്ന ആളുകളും മീൻസ് രാഷ്ട്രീയ പക്ഷങ്ങളെ എതിർക്കുന്ന അനുകൂലിക്കുകയും ചെയ്യുന്ന ആളുകളുണ്ടാകും. പക്ഷേ ഇത് ചെയ്തതിൻ്റെ പേരിലായിരിക്കും ഈ 2026 ഭരിക്കുന്ന ഈ സർക്കാർ രാഷ്ട്രീയ പക്ഷമില്ലാതെ കേരളത്തിൻ്റെ ചരിത്രത്തിൽ ഓർമ്മിക്കപ്പെടുക എന്നാണ് എനിക്ക് തോന്നുന്നത്. തീർച്ചയായും അതിൽ കൂടുതൽ അതിനകത്ത് വേറെ കാര്യങ്ങൾ പറയാനില്ല. അതായത് ഇത്രയും വലിയ ദുരന്തം ഉണ്ടാകുമ്പോഴും ആ ദുരന്ത മുഖത്തു നിന്ന് അവരെ കൈപിടിച്ച് ഉയർത്തിക്കൊണ്ട് വന്നു എന്നുള്ളത് നമ്മൾ കൺമുന്നിൽ കാണുകയാണ്. അതിൽ കേന്ദ്ര സർക്കാരിൻ്റെ ആ സമീപനം എന്ന് പറയുന്നത് നമ്മൾ ആവർത്തിച്ച് പറഞ്ഞു പോയേ മതിയാകൂ. കാരണം അത് കേരളത്തോട് ചെയ്ത ഒരു സമീപനമാണ്. കാരണം നമ്മൾ വലിയ പ്രതീക്ഷ വെച്ച് പുലർത്തി, പ്രത്യേകിച്ച് പ്രധാനമന്ത്രിയുടെ സന്ദർശനത്തിന് ശേഷം നമ്മൾ വല്ലാതെ പ്രതീക്ഷിച്ചു. പക്ഷേ പ്രത്യേകിച്ച് ഒന്നും സംഭവിച്ചില്ല. ഇപ്പോൾ എല്ലാവരും ബാധിക്കുന്നുണ്ട്, തന്നല്ലോ അതായത് കടം തന്നതിനെക്കുറിച്ചാണ് ഞങ്ങൾ ഫണ്ട് അനുവദിച്ചു എന്ന് പറയുന്നത്. അവിടുത്തെ അതിജീവനത്തിനായി, അവിടുത്തെ ഒരു പുനഃസൃഷ്ടിക്കായി ഒന്നും പ്രത്യേകിച്ച് ഒരു സഹായവും കേന്ദ്ര സർക്കാർ നൽകിയില്ല എന്നുള്ളത് വസ്തുതയായി രേഖപ്പെടുത്തി തന്നെ പോകേണ്ടതുണ്ട്. അതുകൊണ്ട് അത് ആവർത്തിച്ച് പറഞ്ഞും പോകേണ്ടതുണ്ട്. ബാക്കി ഇത് ഈ സംസ്ഥാനത്തിൻ്റെ അതിജീവനം തന്നെയാണ്. ആ സംസ്ഥാനത്തിൻ്റെ ഒറ്റക്കെട്ടായി നിൽപ്പിൻ്റെ ബാക്കിയാണത്. ഇങ്ങനെ തന്നെ വേണം ഇനി എല്ലാ ദുരന്തങ്ങളിലും നമ്മൾ അതിജീവിക്കാൻ. ഇനി ഉണ്ടാവാതിരിക്കട്ടെ, അത്തരത്തിലൊരു സാഹചര്യം ഉണ്ടായാൽ അതിനെ അതിജീവിക്കാൻ ഈ മട്ടിൽ തന്നെ വേണം നമ്മൾ ഒറ്റക്കെട്ടായി നിൽക്കാൻ ഉള്ളത് എന്നതുകൂടിയാണ് ഇത് ചൂണ്ടിക്കാട്ടുന്നത്. ഇപ്പോൾ ഇതാണ് കേരള സ്റ്റോറി. ഇതാണ് റിയൽ കേരള സ്റ്റോറി. ഇതിന് ഞാൻ പറയുന്നത് ഈ സർക്കാരിൻ്റെ ഈ പ്രോജക്റ്റിൽ ഈ വീട് വേണമെന്ന് ആഗ്രഹിക്കുന്ന മുഴുവൻ പേരെയും അതിലേക്ക് ഉൾക്കൊള്ളിക്കണം. ഇനിയിപ്പം ഇത് വേണ്ട എന്ന് പറഞ്ഞു പോയ കുറേ ആളുകളുണ്ട്. 100-100-നടുത്ത് 108 പേരോളമാണ് അങ്ങനെ മാറി നിന്നത്. ആ മുഴുവൻ പേരിൽ ഇപ്പോൾ കുറച്ച് ലീഗിൻ്റെ വീടിൻ്റെ പണി ഏതാണ്ട് പൂർത്തിയാവുന്നുണ്ട്. അപ്പുറത്ത് അവരും സമയബന്ധിതമായി അവർ പൂർത്തിയാക്കുന്നുണ്ട് അവരുടെ വീടിൻ്റെ നിർമ്മാണങ്ങളൊക്കെ. അങ്ങനെയാണെങ്കിൽ അവിടെ അതല്ലാതെ മറ്റാരെങ്കിലുമൊക്കെ അവശേഷിക്കുന്നുണ്ടെങ്കിൽ അവർക്കൊക്കെ ഇവിടെ അനുവദിക്കണം. അതിനകത്ത് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം തനീഷ്, ഇത് നമുക്കറിയാലോ, മുണ്ടക്കൈ ചൂരൽമല അങ്ങകത്ത് ഉള്ള ഒരു പ്രദേശമാണ് യഥാർത്ഥത്തിൽ. വയനാട്ടിൽ നമ്മൾ നോക്കിയാൽ ഇത് കൽപ്പറ്റ ടൗണിലാണ് ഈ പുനരധിവാസം നടത്തുന്നത് എന്നുള്ളതാണ്. കാരണം അവർക്ക് ഒരു തരത്തിലും ഒരു നഷ്ടബോധം ഉണ്ടാവാതിരിക്കണം എന്നുള്ളത് ഒന്നിൽ കൂടിയാണ് ആ നിലയ്ക്ക് കൽപ്പറ്റ നഗരത്തിലേക്ക് കൊണ്ടുവന്നപ്പോൾ ഉണ്ടായിരിക്കുന്നത്. അതത്രയും വലിയൊരു നഗരമായി അതിൻ്റെ പൂർത്തീകരണം കാണാനാണ് ഇപ്പോൾ നമ്മൾ ആഗ്രഹിക്കുന്നത്. പൂർണ്ണമായി ഇത് പൂർത്തിയാകുമ്പോൾ എങ്ങനെയുണ്ടാവും എന്നുള്ളത്. ഇതിൽ ഈ വലിയ സംഭവം ഉണ്ടാകുമ്പോൾ ഇത്തരം ദുരന്തങ്ങൾ ഉണ്ടാകുന്ന നമ്മുടെ ഒരു ആത്മാഭിമാനം കൂടി ഒലിച്ചു പോകുക. പക്ഷെ ആ ആത്മാഭിമാനത്തെ കൂടിയാണ് എടുത്ത് വെച്ചിരിക്കുന്നത് ഉയരത്തിലേക്ക്. മുണ്ടക്കൈ ചൂരൽമല ഉരുൾപൊട്ടലിൽ സർവ്വവും നഷ്ടപ്പെട്ടവർക്കായി പുനരധിവാസ ടൗൺഷിപ്പ് ഒരുങ്ങി എന്ന വാർത്ത മലയാളികളേറെ സന്തോഷത്തോടെ മനസ്സ് നിറഞ്ഞ് ഏറ്റെടുക്കുകയാണ്. ദുരന്തബാധിതരെ സുരക്ഷിതമായ പുതിയൊരിടത്ത് ഒരുമിപ്പിച്ച് താമസിക്കുക എന്ന സർക്കാരിൻ്റെ വിഷൻ കൂടിയാണ് ഫെബ്രുവരി 25-ന് യാഥാർത്ഥ്യമാവുന്നത്. ദുരന്തത്തിൽ എല്ലാം നഷ്ടമായ കടമുടമകൾക്കും സംരംഭകർക്കും ധനസഹായം നൽകാനുള്ള സർക്കാരിൻ്റെ തീരുമാനവും മാതൃകാപരമാണ്. മുണ്ടക്കൈ ചൂരൽമല പ്രദേശങ്ങളിൽ നമ്മൾ സാക്ഷ്യം വഹിച്ചത് ലോകം കണ്ട ഏറ്റവും വലിയ രക്ഷാപ്രവർത്തനമാണ്. പ്രകൃതി കനിഞ്ഞില്ലെങ്കിലും മനുഷ്യത്വം ഒന്നിച്ചു നിന്ന ആ പോരാട്ടത്തിൽ ഒത്തുചേർന്ന മുഴുവൻ ആളുകളെയും RDX നന്ദിയോടെ ഓർക്കുകയാണ്. ജാതിയോ മതമോ രാഷ്ട്രീയമോ നോക്കാതെ മനുഷ്യർ ഒന്നിച്ചു നിന്ന ഈ രക്ഷാപ്രവർത്തനം അതിജീവനത്തിൻ്റെ വലിയൊരു പാഠമാണ് ലോകത്തിന് നൽകിയത്. കേരളം ഒന്നാണ് എന്ന് തെളിയിച്ച ആ രക്ഷാപ്രവർത്തനത്തിൻ്റെയും അതിജീവനത്തിൻ്റെയും ദിനങ്ങൾ ചരിത്രത്തിൽ എഴുതി വയ്ക്കപ്പെടും എന്ന കാര്യത്തിൽ തർക്കമില്ല.